ട്രാൻസാക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷൻ പറഞ്ഞു നിർത്തി. കഴിഞ്ഞ ക്ലാസ്സിൽ എക്സംഷൻ ഫ്രം ഡിസ്ക്ലോഷേഴ്സ് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ചില കാര്യങ്ങൾക്ക് നമുക്ക് എന്താണ് എക്സംപ്റ്റഡ് ആണ്, വിവരങ്ങൾ വെളിവാകുന്നതിൽ. അത് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞു നിർത്തിയത് റൈറ്റ് ടു ആക്സസ് ഇൻഫർമേഷൻ സ്പെസിഫിക് സബ്ജക്ട്സ് പറഞ്ഞു അല്ലേ. ചില പ്രത്യേക സബ്ജക്റ്റിൽ എന്താണ് നമ്മൾക്ക് ഇൻഫർമേഷൻ വേണം എന്നുണ്ടെങ്കിൽ അവകാശപ്പെടാനുള്ള അവകാശമുണ്ട്, ആക്സസ് ചെയ്യാനുള്ള. അത് പ്രത്യേക സബ്ജക്ട്സ് പറഞ്ഞതിൽ ഒന്നാണ് ബാങ്കിങ് ട്രാൻസാക്ഷൻ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. രണ്ടാമത്തെ പറയണത് ഇൻഷുറൻസ് ട്രാൻസാക്ഷൻ ആണ് കേട്ടോ. 4 ഹെഡിങ് ആയിട്ടാണ് പറയണത്. ബാങ്കിങ് ട്രാൻസാക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അടുത്ത ഇൻഷുറൻസ് ട്രാൻസാക്ഷൻ ഉണ്ട്, ഗവൺമെൻറ് ഡീലിങ്സ് റിലേറ്റഡ് സർവീസസ് ഉണ്ട്, സപ്ലൈ ഓഫ് പാർട്ട് ഓഫ് ഇൻഫർമേഷൻ ബൈ സിവിയറൻസ്. ഇങ്ങനെ 4 ഹെഡിങ്സ് ആണ് സ്പെഷ്യൽ സബ്ജക്ട്സ് ആയിട്ട് പറയണത്. ഇപ്പോൾ രണ്ടാമത്തതാണ് പറയണത് ഇൻഷുറൻസ് ട്രാൻസാക്ഷൻസ് ആണ് പറയണത്. IRDAI എന്താണ്? IRDAI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഒരു പബ്ലിക് അതോറിറ്റിയാണ്. RTI ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്താക്കുന്നതാണ്. RT എന്നാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം. IRDAI is obliged to provide information to members of public in accordance with the provision of the act. അപ്പോൾ IRDAI പറഞ്ഞ എന്താണ്? അവർ നിർബന്ധമായും ഇൻഫർമേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പബ്ലിക് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിർബന്ധമായും എന്ത് ചെയ്യണം? ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. The right to information includes access to information held by or under the control of any public authority and includes the following rights. അപ്പോൾ ഏതൊക്കെ റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ആണ് അതിൽ വന്നതെന്നാണ് പറയണത്. ഒരു പബ്ലിക് അതോറിറ്റിയിൽ നിന്നും ഏതൊക്കെ റൈറ്റുകൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും? റൈറ്റ് ടു ഇൻഫർമേഷൻസ് ഒരു 7 പോയിൻറ്റ്സ് ആണ് പറയണത്. റൈറ്റ് ടു ഇൻസ്പെക്റ്റ് വർക്ക് പബ്ലിക് ഏതെങ്കിലും പബ്ലിക് അതോറിറ്റി പബ്ലിക് സ്ഥാപനത്തിൻ്റെ വർക്ക് നമ്മൾക്ക് ഇൻസ്പെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. റൈറ്റ് ടു ഇൻസ്പെക്റ്റ് ഡോക്യുമെൻറ്റ്സ്, റൈറ്റ് ടു ഇൻസ്പെക്റ്റ് റെക്കോർഡ്സ്, റൈറ്റ് ടു ടേക്ക് നോട്ട്സ്, അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നോട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. റൈറ്റ് ടു ഗെറ്റ് എക്സ്ട്രാക്ട്സ് ഓർ CTC ഓഫ് ഡോക്യുമെൻറ്റ്സ്, എന്താണ് അതിൻ്റെ കോപ്പീസ് എടുക്കാൻ പറ്റും. റൈറ്റ് ടു ഗെറ്റ് റെക്കോർഡ്സ് ആൻഡ് സർട്ടിഫൈഡ് സാമ്പിൾസ് ഓഫ് മെറ്റീരിയൽസ്, റെക്കോർഡ്സും സാമ്പിൾസും സർട്ടിഫൈ ചെയ്ത സാമ്പിൾസ് മെറ്റീരിയൽസ് എടുക്കാനായിട്ട് സാധിക്കും. റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ഇലക്ട്രോണിക് ഫോം, ഈ ഫോമിൽ എന്തൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ അതൊക്കെ എടുക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇത്രയും എന്ത് ചെയ്യാൻ നമ്മൾക്ക് ഒരു പബ്ലിക് അതോറിറ്റിയിൽ നിന്നും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. IRDAI maintains an active and regulated updated website providing information on. IRDAI എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവായിട്ടും റെഗുലറായിട്ട് അവരുടെ വിവരങ്ങൾ എന്ത് ചെയ്യുന്ന വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നവരുമാണ്. ആക്ട് ആൻഡ് റെഗുലേഷൻ, ഏത് ആക്റ്റാണ് ഏത് റെഗുലേഷൻ പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. ഡീറ്റെയിൽസ് ഓഫ് ഇൻഷുവേഴ്സ് ആൻഡ് റീഇൻഷുവേഴ്സ്, ഇൻഷുറർ ആരാണ്, റീഇൻഷുറർ അവരുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഡീറ്റെയിൽസ് ഓഫ് ഏജൻസ് ആൻഡ് അപ്പോയിൻറ്റഡ് ആക്ച്വറീസ്, ഏജൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നവരുടെ ആക്ച്വറി ആയിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടെങ്കിൽ അതാരൊക്കെയാണ്. ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു സർവേസ്, സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ബ്രോക്കേഴ്സ് ആൻഡ് കോർപ്പറേറ്റ് ഏജൻസ്, അവരുടെ ഡെയിലി ഡീലിങ്സ് നടത്തുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്, ബ്രോക്കേഴ്സ് ഉണ്ട്, കോർപ്പറേറ്റ് ഏജൻസ് ആണ് പ്രവർത്തിക്കുന്നത്. എബൌട്ട് ഇൻഷുറൻസ് കൗൺസിൽസ്, അതിൻ്റെ കൗൺസിൽസ് ചേരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. എബൌട്ട് ഒംബുഡ്സ്മാൻ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ആനുവൽ റിപ്പോർട്ട് ഓർ IRDAI ജേണൽ, ആനുവൽ റിപ്പോർട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ജേണൽസുകൾ പ്രൊവൈഡ് ചെയ്യാനുണ്ടാവും. പ്രസ് റിലീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഡിങ് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. ഇത്രയും ആര് പ്രൊവൈഡ് ചെയ്യണതാണ്? ഇൻഷുറൻസ് ഏജൻസികൾ അല്ല ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യണതാണ്. അവരെപ്പോഴും എന്ത് ചെയ്യേണ്ട? അവരുടെ ഇൻഫർമേഷൻസ് എപ്പോഴും വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണം. പുതിയ പുതിയ ഇൻഫർമേഷൻസ് പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഇത് പറയണത് സ്പെസിഫിക് സബ്ജക്ട്സിൽ ഗവൺമെൻറ് ഡീലിംഗ് ആണ് പറയണത്. ഗവൺമെൻറ് ഡീലിംഗ് ആൻഡ് റിലേറ്റഡ് സർവീസസ് ആണ് പറയണത്. ദ ആൻസറിംഗ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഷുഡ് ചെക്ക് വെദർ ദ ഇൻഫർമേഷൻ സോർട്ട് ഓർ എ പാർട്ട് thereof is exempt from disclosure under Section 8 or Section 9 of the Act. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സ് അതിനെക്കുറിച്ച് ഇൻഫർമേഷൻസ് ആരായുമ്പോഴും ചോദിക്കുമ്പോൾ അവർ നോക്കണം അണ്ടർ സെക്ഷനോ 9 പ്രകാരം എക്സംപ്റ്റ് ചെയ്തിട്ടുള്ളതാണോ നോക്കണം. ഇൻഫർമേഷൻസ് കൊടുക്കാൻ പാടില്ലാത്തതാണോ എന്ന് ചെക്ക് ചെയ്യണം.
Request in respect of the part of the application which is so exempt may be rejected and rest of the information should be provided immediately or after receipt of additional fees as the case may be. അപ്പോൾ എന്താ റിക്വസ്റ്റ് നോക്കിയിട്ട് എക്സംപ്റ്റ് ചെയ്തത് എന്ത് ചെയ്യും, അവർ റിജക്റ്റ് ചെയ്യും. ആപ്ലിക്കേഷൻസ് പ്രകാരമുള്ളത് കൊടുക്കാൻ പറ്റുന്നതും ബാക്കിയുള്ള ഇൻഫർമേഷൻസ് അവർ പ്രിസ്ക്രൈബ് ടൈം ഉണ്ടായിരിക്കും അതിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അതിനായിട്ട് അഡീഷണൽ ഫീസ് വേണ്ടി വരികയാണെങ്കിൽ അതും അവരെന്ത് ചെയ്യും, റിസീപ്റ്റുകളുടെ കയ്യിൽ നിന്നും ഈടാക്കുകയും ചെയ്യും. അപ്പോൾ ഗവൺമെൻറ് ഡീലിങ്സ് റിലേറ്റഡ് സർവീസാണ്. അതിൽ നോക്കുന്നത് ആപ്ലിക്കേഷൻസ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യണം എന്താണ്, ആ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് നോക്കും. അപ്പോൾ പറ്റുന്നതാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യും, പറ്റാത്തതാണെങ്കിൽ അവരെന്ത് ചെയ്യും, അപ്പം തന്നെ അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. ലാസ്റ്റ് കേസ് പറയണത് സപ്ലൈ ഓഫ് പാർട്ട് ഓഫ് ഇൻഫർമേഷൻ ബൈ സിവിയറൻസ്. വേറെ റിക്വസ്റ്റ് ഈസ് റിസീവ്ഡ് ഫോർ access to information which is exempt from RTI but a part there is not exempt and such part can be severed in such a way that the severed part does not contain exempt information, then access to that part of the information may be provided to the applicant. എന്താണ് പറയുന്നത്, റിക്വസ്റ്റ് സ്വീകരിച്ചപ്പോൾ ഒരു ഭാഗം ഇൻഫർമേഷൻ കുറേ ഇൻഫർമേഷൻസ് തരാൻ പറഞ്ഞിട്ട് അതിൽ ഒരു ഭാഗം എന്താണ് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ആ പാർട്ട് എന്ത് ചെയ്യണം, ആൻഡ് സച്ച് പാർട്ട് ക്യാൻ ബി സിവിയേഡ് എന്ന് പറഞ്ഞാൽ ഡാമേജ് ആയിട്ടുണ്ടെന്ന് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള അവസരത്തിൽ സിവിയേഡ് പാർട്ട് ഡസ് നോട്ട് കണ്ടെയ്ൻ എക്സെപ്റ്റ് ഇൻഫർമേഷൻ, ആകെ കേടായ ഭാഗം സിവിയേഡ് നാശം വന്നിട്ടുള്ള ആപ്ലിക്കൻ്റ് ആ ഭാഗം എന്ത് ചെയ്യാം, ഇൻഫർമേഷൻസ് എക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അടങ്ങിയിരിക്കുന്ന വിവരം എന്നാൽ എക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ആ ഇൻഫർമേഷൻസ് ആപ്ലിക്കേഷൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. Where a request is received for access to information which is exempt from RTI but a part there is not exempt. ഒരു ഭാഗം എന്താണ് എക്സംപ്റ്റഡ് അല്ല, മറ്റേത് എന്താണ് കൊടുക്കാനായിട്ട് പാടില്ല. ആൻഡ് സച്ച് എ പാർട്ട് ക്യാൻ ബി സിവിയേഡ് ഇൻ സച്ച് എ വേ, ഏതെങ്കിലും കാരണത്താൽ ആ ഭാഗത്തിൽ എന്തെങ്കിലും ഡാമേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിൽ അതിൻ്റെ ഉള്ളടക്കം ഇൻഫർമേഷൻസ് എക്സംപ്റ്റഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് സ്പെസിഫിക് സബ്ജക്ട്സിന് പ്രത്യേകമായ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണത്, ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യണത് കേട്ടോ. ആദ്യത്തേത് ബാങ്കിങ് ട്രാൻസാക്ഷൻ, രണ്ടാമത്തേത് ഇൻഷുറൻസ് ട്രാൻസാക്ഷൻ, തേർഡ് ഗവൺമെൻറ് ഡീലിംഗ് ആൻഡ് റിലേറ്റഡ് സർവീസ്, ലാസ്റ്റ് പറഞ്ഞ സപ്ലൈ ഓഫ് പാർട്ട് ഓഫ് ഇൻഫർമേഷൻ ബൈ സിവിയറൻസ് ആണ്. ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത്? എല്ലാ പൗരന്മാരും, ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും എന്താണ് ടാക്സ് അടയ്ക്കണം. ഈവൻ എ ബെഗർ ഹാസ് ടു പേ ടാക്സ് വെൻ ഹി ബൈ തിങ്സ് ഫ്രം ദ മാർക്കറ്റ്. എന്താണ്, ഒരു ഭിക്ഷക്കാരനാണെങ്കിൽ പോലും അയാൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്. എങ്ങനെ ടാക്സ് അടയ്ക്കുന്നത്, നമ്മൾ ഏത് പ്രൊഡക്റ്റ് കടയിൽ നിന്ന് വാങ്ങുമ്പോഴും ടാക്സിൻ്റെ എമൗണ്ട് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് എടുക്കുന്നത്, ക്യാഷ് പേ ചെയ്യണത്. അപ്പം ആരായാലും ഒരു സാധാരണക്കാരനായാൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ടാക്സ് പേ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ മണി ബീങ് ഹാൻഡിൽഡ് ബൈ ദ ഗവൺമെൻറ് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് സിറ്റിസൺ. അപ്പം അതാണ് പൗരന്മാർ നൽകുന്ന പണം കൊണ്ടാണ് ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു പോണത്. അത് പല രീതിയിലാണ് എന്ത് ചെയ്യണത്, നമ്മൾ ടാക്സ് പേ ചെയ്യണത്. വരുമാനത്തിനനുസരിച്ചിട്ട് മാത്രമല്ല, നമ്മൾ പ്രൊഡക്റ്റുകൾ ഓരോന്നും പർച്ചേസ് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ടാക്സ് പേ ചെയ്ത് പോകുന്നുണ്ട്. ബട്ട് ദ ടാക്സ് പെയർ ഈസ് നോട്ട് ക്ലിയർ അബൌട്ട് വേർ ഡസ് ദ മണി ഗോസ്. പക്ഷെ ടാക്സ് പെയർക്ക് അറിയില്ല വ്യക്തമായിട്ട് നമ്മളടയ്ക്കുന്ന ടാക്സിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. വൈ ഹെൽത്ത് സിസ്റ്റം ഈസ് നോട്ട് റൈറ്റ് ഓർ വൈ വാട്ടർ സപ്ലൈ സിസ്റ്റം ഈസ് നോട്ട് പ്രോപ്പർ. നമ്മളെന്താണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് സിസ്റ്റം എന്താണ് ശരിയായ രീതിയിലാണ് പോണത്, വാട്ടർ സപ്ലൈ ചെയ്യുന്ന സിസ്റ്റം പ്രോപ്പറായിട്ടാണ് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇന്നലെ വ്യക്തമായിട്ടൊരു ധാരണയില്ല. ലൈക്ക് വൈസ് ദർ ഈസ് മച്ച് ഇൻഫർമേഷൻ ഹാസ് ബീൻ നോട്ട് ഗെറ്റിംഗ്. എന്താണ്, നമ്മൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഒന്നല്ല ലഭ്യമല്ല, അന്വേഷിച്ചാലും കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒബ്വിയസ്ലി ദ സിറ്റിസൺ ഹാസ് ഫുൾ റൈറ്റ് ടു നോ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു വ്യക്തി, ഒരു പൗരനാണെങ്കിൽ, ഇന്ത്യൻ പൗരനാണെങ്കിൽ അയാൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള പൂർണ്ണമായ അവകാശം ഉണ്ട്. RTI empowers people to raise questions like these to the government. റൈറ്റ് ടു ഇൻഫർമേഷൻ നമുക്ക് അതിനുള്ള അധികാരം നൽകുന്നുണ്ട്, ഗവൺമെൻറ്റിനെതിരെ ചോദ്യം ചെയ്യാനുള്ളത്, അവരുടെ അവകാശങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. About various matters and provide right to inspection of government files and government projects that benefit the nation.
അപ്പോൾ അതുപോലെ തന്നെ ഗവൺമെൻറ് നടത്തുന്ന ഇടപാടുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫയലുകൾ ചെക്ക് ചെയ്യുന്നതിന്, പ്രൊജക്ട്സ് ഏതൊക്കെയാണ് ഗവൺമെൻറ് നടത്തുന്നത്, അതിനെക്കുറിച്ച് രാജ്യത്തിനുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ്, അതിനെക്കുറിച്ചൊക്കെ അറിയുന്നതിന് ആർക്ക് അധികാരമുണ്ട്? പൗരന്മാർക്ക് അധികാരം ഉണ്ട്. RTI Act empowers people to seek, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ജനങ്ങൾക്ക്. എനി ഇൻഫർമേഷൻ, എന്തിനെക്കുറിച്ച് അറിയാനുള്ള എന്ത് ഇൻഫർമേഷൻ അറിയാനുള്ള അവകാശമുണ്ട്. ടേക്ക് കോപ്പീസ് ഓഫ് ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സ്, ഗവൺമെൻറ് ഡോക്യുമെൻറ്റ് കോപ്പീസ് എടുക്കാനുള്ള അധികാരമുണ്ട്. ഇൻസ്പെക്ട് എനി ഡോക്യുമെൻറ്റ്, ഏത് ഡോക്യുമെൻറ്റും ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. ഇൻസ്പെക്ട് എനി ഗവൺമെൻറ് വർക്ക്, ഗവൺമെൻറ് വർക്കുകൾ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം. ടേക്ക് സാമ്പിൾ ഓഫ് മെറ്റീരിയൽ ഓഫ് എനി ഗവൺമെൻറ് വർക്ക്സ്, ഗവൺമെൻറ് വർക്കുള്ള മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാമ്പിളായിട്ട് എടുക്കുന്നതിന് സാധിക്കും. അപ്പോൾ ഇത്രയും എന്താണ് RTI പ്രൊവൈഡ് ചെയ്യണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരൊന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന അധികാരങ്ങളാണ്. The RTI is an effective tool to check and hold various bodies, agencies and departments of government accountable to the public and exhibits transparency in their activities to curb corruption. ഇനി RTI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പല മേഖലകളിലുള്ള പല സ്ഥാപനങ്ങളുടെയും ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും പ്രവർത്തനം എങ്ങനെയുള്ളത്, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്തൊക്കെയാണ്, പൊതുജനങ്ങളുമായി കണക്ട് ചെയ്ത് വരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ഏതൊക്കെയാണെന്ന് വിലയിരുത്തുന്നതിനും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കണമെന്ന് നമുക്ക് ഉറപ്പുവരുത്തുന്നതിനും സഹായിക്കുന്നുണ്ട്. എക്സിബിറ്റ്സ് ട്രാൻസ്പെറൻസി ഇൻ ദിയർ ആക്ടിവിറ്റീസ് ടു കർബ് കറപ്ഷൻ, എന്താണ് അഴിമതി കുറച്ച് അവർ പ്രവർത്തനം കൂടുതൽ സുതാര്യമായി നടത്തുന്നതിനും RTI ആക്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. RTI പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഓൺ ദ ഫോളോവിങ്, രണ്ട് രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഇൻഫർമേഷൻസ് RTI പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, കമ്മ്യൂണിറ്റി റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റത്തെ പറഞ്ഞ ഇൻഡിവിജ്വൽ റിക്വയർമെൻറ്റ്സ് ആണെങ്കിൽ റേഷൻ കാർഡ്, സർട്ടിഫിക്കറ്റ് ഓഫ് ബർത്ത്, കമ്മ്യൂണിറ്റി ഇൻകം, ഡെത്ത്, ലാൻഡ് ഓണർഷിപ്പ് ഡോക്യുമെൻറ്റ്സ്, റിട്ടയർമെൻറ്റ് പെൻഷൻ, ഇത്തരം കാര്യങ്ങൾ ഇൻഡിവിജ്വൽ റിക്വയർമെൻറ്റ്സ് ആയിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം പബ്ലിക്കിന് കൊടുക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആയിരിക്കും റേഷൻ കാർഡ് കിട്ടുന്നില്ലെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി ഇൻകം സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് കാലതാമസങ്ങളുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കിട്ടുന്നതിന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അതിൻ്റേതായ രീതികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി കമ്മ്യൂണിറ്റി റിക്വയർമെൻ്റ് ആണെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ കണക്ഷൻ കിട്ടാൻ, സ്ട്രീറ്റ് ലൈറ്റ്, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റൈസേഷൻ, റോഡ് മെയിൻ്റനൻസ്, റൂറൽ എംപ്ലോയ്മെൻറ്റ് സ്കീം, ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിറ്റി റിക്വയർമെൻറ്റ് കീഴിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ RTI പ്രൊവൈഡ് ചെയ്യുക. ഏതൊക്കെ ഇൻഫർമേഷൻസ് ആണെന്ന് വെച്ചാൽ അത് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്, ഇൻഡിവിജ്വലും ഉണ്ട്, കമ്മ്യൂണിറ്റി റിക്വയർമെൻറ്റും ഉണ്ട്. ഇനി ഒരു 15 പോയിന്റ്സ് ഉണ്ട്. സുവോ മോട്ടോ ഡിസ്ക്ലോസേഴ്സ് എന്നാണ് പറയുന്നത്. സുവോ മോട്ടോ ഡിസ്ക്ലോസേഴ്സ്. എവരി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ടു പബ്ലിഷ് ഫോളോവിങ് 16 കാറ്റഗറീസ് ഇൻഫർമേഷൻ. എന്താണ്, ഏത് സ്ഥാപനമായിട്ടുണ്ടെങ്കിൽ താഴെ പറഞ്ഞ 16 രീതിയിലുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് വൺ പറയണത് പർട്ടിക്കുലേഴ്സ് ഓഫ് ഇറ്റ്സ് ഓർഗനൈസേഷൻ, ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ്. ഏത് സ്ഥാപനമാണോ ഓർഗനൈസേഷൻ ഏത് രീതിയിലുള്ളതാണ്, ഫങ്ഷൻ എന്താണ്, ഡ്യൂട്ടീസ്. രണ്ടാമത്തത് ദ പവർ ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഇറ്റ്സ് ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ്. അവരുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടീസും പവറും എന്താണ്, ഓഫീസേഴ്സിൻ്റെ ആയിട്ടുണ്ടെങ്കിലും എംപ്ലോയീസിൻ്റെ ആയിട്ടുണ്ടെങ്കിലും. മൂന്നാമത്തത് ദ പ്രൊസീജിയർ ഫോളോവഡ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് പ്രൊസീജിയർ വന്നാക്കുന്നത്, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തീരുമാനിക്കുന്നതാണ്, അല്ലെങ്കിൽ മാനേജേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ചിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്, ഏത് രീതിയിലാണെന്നുള്ളത്. ദ നോംസ് സെറ്റ് ഇറ്റ് ഫോർ ഡിസ്ചാർജ് ഓഫ് ഇറ്റ്സ് ഫങ്ഷൻസ്. അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏത് റൂൾസാണ്, ഏത് രീതിയിലാണോ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അടുത്തത് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, മാനുവൽസ് ആൻഡ് റെക്കോർഡ്സ് ഹെൽഡ് ബൈ ഓർ അണ്ടർ കൺട്രോൾ ഓർ യൂസ്ഡ് ബൈ എംപ്ലോയീസ് ഫോർ ഡിസ്ചാർജിങ് ഇറ്റ്സ് ഫങ്ഷൻസ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ്, മാനുവൽ ആയിട്ടാണ് ചെയ്യണത്, അല്ലെങ്കിൽ റെക്കോർഡ്സ് കറക്റ്റായിട്ടുണ്ട്, അത് ആരാണ് സൂക്ഷിക്കുന്നത്, ആരുടെ കൺട്രോളിലാണ് വന്നത്, എംപ്ലോയീസിൻ്റെ പ്രവർത്തനങ്ങൾ അവർ ഏത് രീതിയിലാണ് പൂർത്തീകരിക്കുന്നത്. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ കാറ്റഗറീസ് ഓർ ഡോക്യുമെൻറ്റ് ഹെൽഡ് അണ്ടർ ദ കൺട്രോൾ. ഓരോ ഡോക്യുമെൻസിൻ്റെയും സ്വഭാവത്തിന് കാറ്റഗറി അനുസരിച്ചിട്ട് ആരാണത് കൺട്രോൾ ചെയ്യണത്. ഏഴാമത്തത് particulars of any arrangement that exist for representation, if any, in relation to the information
ഓഫ് ഇറ്റ്സ് പോളിസി ഓർ ഇംപ്ലിമെൻറ്റേഷൻ ദെയർ ഓഫ്. എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറേഞ്ച്മെൻറ്റ് ഇപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് നമ്മൾ കാര്യങ്ങൾ തുടങ്ങുകയാണ്, സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അവിടുത്തെ അറേഞ്ച്മെൻറ്റ് നടത്താൻ വേണ്ടി ഏത് രീതിയിലാണ് നമ്മൾ പോളിസി ഫോർമുലേറ്റ് ചെയ്താക്കണം, ഇംപ്ലിമെൻറ്റ് ചെയ്താക്കണത്. അതെന്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വന്നതാണെങ്കിൽ അത്തരത്തിൽ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എട്ടാമത്തത് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ബോർഡ്സ്, കൗൺസിൽസ്, കമ്മിറ്റീസ് ആൻഡ് അതർ ബോഡീസ്. ബോർഡിൽ വന്നത് ആരൊക്കെയാണ്, കൗൺസിൽ മീറ്റിംഗ് എങ്ങനെയാണ്, കമ്മിറ്റീസ് എന്താണ്, മറ്റുള്ള ബോഡീസ് അതായത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സിന് വന്ന ഹെഡുകൾ ആരൊക്കെയാണെന്ന് വ്യക്തമാക്കിയിരിക്കണം. ഡയറക്ടറി ഓഫ് ഇറ്റ്സ് ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ്. ഓഫീസേഴ്സിൻ്റെ എംപ്ലോയീസിൻ്റെയും പേരും വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് ഡയറക്ടറി എന്ന് പറയുന്നത്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും. മന്ത്ലി റെമ്യൂണറേഷൻ ഓഫ് ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ്, മാസ വരുമാനം. ബഡ്ജറ്റ് അലോക്കേഷൻ ടു ഇറ്റ്സ് ഏജൻസി വിത്ത് ഡീറ്റെയിൽസ് ഓഫ് പ്ലാൻ എക്സെട്ര. ഇവരുടെ ബഡ്ജറ്റ് എങ്ങനെയാണ് അവർ പ്രിപ്പയർ ചെയ്തേക്കുന്നത്, അലോക്കേറ്റ് ചെയ്യണ ഏത് രീതിയിലാണെന്നുള്ളത്. പർട്ടിക്കുലേഴ്സ് റെസിപ്പിൻ്റ് ഓഫ് കൺസെഷൻസ്, പെർമിറ്റ്സ് ഗ്രാൻറ്റഡ് എക്സെട്ര. നമ്മൾക്കിതിൽ കൺസെഷൻസ് ഉണ്ടെങ്കിൽ ഏത് രീതി നമ്മൾ റിസീപ്റ്റ് ചെയ്യണത്, എന്തിനൊക്കെ പെർമിറ്റ് നമ്മൾ ഗ്രാൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ്. ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ അവൈലബിൾ, നമ്മൾക്ക് ഏതൊക്കെ രീതിയിൽ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. എബൌട്ട് ഫെസിലിറ്റീസ് അവൈലബിൾ ടു സിറ്റിസൺ ഫോർ ഒബ്റ്റൈനിങ് ഇൻഫർമേഷൻ, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പൊതുജനങ്ങൾക്ക് അവർക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണത്. നെയിം ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് PIO, ആ സ്ഥാപനത്തിന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആരാണ്, അവരുടെ പേരും ഡെസിഗ്നേഷനും വ്യക്തമായിട്ടുണ്ടായിരിക്കും. ഈ 15 കാര്യങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഒരു സ്ഥാപനം എസ്റ്റാബ്ലിഷ് എന്നിട്ടുണ്ടെങ്കിൽ പബ്ലിഷ് പൊതുജനങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങളാണ്, നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് കേട്ടോ. അതർ ഇൻഫർമേഷൻ ടു ബി പബ്ലിഷ്ഡ്, അതുകൂടാതെ വേറെ അഡീഷണൽ ആയിട്ട് ഒരു 7 ഇൻഫർമേഷൻ കൂടി പറയാനുണ്ട്. റിലേറ്റിംഗ് ടു പ്രൊക്യൂർമെൻറ്റ്. പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലും അവർ ഫണ്ടോ മറ്റുള്ള കാര്യങ്ങൾ ശേഖരിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ്. പബ്ലിക് ഓർ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, ഏത് സ്വഭാവത്തിലുള്ളതാണെന്ന്. ട്രാൻസ്ഫർ പോളിസീസ് ആൻഡ് ഓർഡേഴ്സ്. RTA ആപ്ലിക്കേഷൻസ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ്. സിറ്റിസൺ ചാർട്ടർ, ഏതൊക്കെ മേഖലയിലുള്ള ആൾക്കാരാണ് വന്നാക്കണം എന്നുള്ളത്. ഡിസ്ക്രിഷണറി ആൻഡ് നോൺ ഡിസ്ക്രിഷണറി ഗ്രാൻസ്, നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ഭാഗികമായിട്ടും അത്ര നിർബന്ധമല്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം, അത് ഏതൊക്കെ രീതിയിൽ ഗ്രാൻറ്റ് ചെയ്താൽ കൊടുത്താക്കണമെന്ന്. ഫോറിൻ ടൂർ ഓഫ് PM, മിനിസ്റ്റേഴ്സ് ആൻഡ് സീനിയർ ഓഫീസേഴ്സ്, വിദേശ രാജ്യങ്ങളിൽ നടത്തുന്ന വിനോദയാത്രകൾ, പ്രൈം മിനിസ്റ്റർ ആയാലും മറ്റുള്ള മന്ത്രിമാരായാലും സീനിയർ ഓഫീസേഴ്സ് ഉണ്ടെങ്കിലും അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും എന്ത് ചെയ്യണം, നിർബന്ധമായും പബ്ലിഷ് ചെയ്യേണ്ടതാണ്. ഇത്രയുമാണ് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്താണ് ഇതിൻ്റെ പേര്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത് കേട്ടോ.